ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ക്യാപ്സിക്കം തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്കൊരു മീഡിയം സൈസ് സവോള, 3 പച്ചമുളക്, കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം. ചട്ടി വെക്കുക, നമ്മൾ കടുക് പൊട്ടിക്കുക. അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് നമ്മൾ വഴറ്റുകയാണ് കേട്ടോ. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, മീഡിയം സൈസ് സവോള, അതിനോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞളും ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി അതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെയാണ് കേട്ടോ ഞാൻ മഞ്ഞളിട്ടത്. എൻ്റെ അടുത്ത് അത്ര ക്യാപ്സിക്കം ഉണ്ടായുള്ളേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞളിടുന്നത്. മഞ്ഞളും ഉപ്പും ഇട്ടു നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർക്കാനാണ് കേട്ടോ. അപ്പം ക്യാപ്സിക്കവും ചേർത്ത് നന്നായി പെട്ടെന്ന് എളുപ്പം വഴണ്ടി കിട്ടും. ക്യാപ്സിക്കം അധികം വേവില്ലാത്ത സാധനം ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ നമ്മുടെ അടുത്ത്. ക്യാപ്സിക്കം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ സാലഡ്സ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അല്ലെങ്കിൽ ചൈനീസ് ഡിഷസ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ക്യാപ്സിക്കം വേസ്റ്റ് ആവില്ല, നല്ല ഹെൽത്തിയായ സാധനമാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു 2 ഗ്രീൻ ക്യാപ്സിക്കവും യെല്ലോയും ഗ്രീനും ഹാഫ് പീസ് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കൂടി ഇട്ടു കേട്ടോ. അതിൻ്റെ ആ ഒരു റെഡും യെല്ലോ ഒക്കെയാണ് കേട്ടോ അതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റായിട്ട് ഒരു ഗ്രീൻ, ഒരു യെല്ലോ, ഒരു റെഡ് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറി കുറച്ചുകൂടി ഒരു കളർഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഫുള്ള് ഞാൻ അരിഞ്ഞിട്ടു, വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ക്യാപ്സിക്കം തോരൻ വെച്ച് കഴിഞ്ഞാൽ. ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തേങ്ങയും കൂടെ ചേർത്തതിന് ശരിക്കും നമ്മൾ ക്യാബേജൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കേട്ടോ. അപ്പോൾ ഈ ക്യാപ്സിക്കം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ആവിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒന്ന് ആവിയിൽ വേവാൻ വയ്ക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൂട്ടി ജസ്റ്റ് ഒന്ന് എല്ലാം ചേർത്ത് വെച്ച് നമ്മൾ മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇളക്കി നമുക്ക് ഈ സമയം ഒന്ന് വാടിയതിന് ശേഷം ആയതുകൊണ്ട് ഒന്ന് ഉപ്പ് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പോൾ എന്നിട്ട് നമ്മളത് മൂടി വെക്കുകയാണ് കേട്ടോ. ഇളക്കി കഴിഞ്ഞു ഒന്ന് മൂടി വയ്ക്കും. തീ ഒന്ന് ഒരു മീഡിയത്തിലിട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് വേവണമായതുകൊണ്ടേ. അപ്പോൾ മൂടി വെച്ചു ഒരു 2 മിനിറ്റ് ഒന്ന് അപ്പത്തേനും വെള്ളമൊക്കെ ഇറങ്ങി വരുവേ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് വാടിയിട്ട് തേങ്ങ ചേർക്കുന്ന കേട്ടോ നല്ലത്, കാരണം അത് പെട്ടെന്ന് വേവുള്ളതായതുകൊണ്ടേ. അപ്പോൾ തേങ്ങ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്തേ, അത്രേ ഉള്ളൂ. അപ്പോൾ തേങ്ങ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല കേട്ടോ. ഞാൻ കറിവേപ്പില ഇടുന്നത് പറയാൻ മറന്നുപോയേ. 4 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. ചേർത്ത് ഇളക്കി കൂട്ടി തേങ്ങയും അതുപോലെ ക്യാപ്സിക്കവും ഉള്ളി എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, സിമ്പിളാണ് തോരൻ റെഡി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ.